ഈശോയെ വരവേൽക്കുവാൻ നാം ഒരുങ്ങുന്ന ഈ വേളയിൽ നമുക്ക് കുഞ്ഞുങ്ങളെ പോലെ നിഷ്കളങ്കരായ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാം. തിരുവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. അവളൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. എല്ലാവർക്കും തിരുപ്പിറവിയുടെ മംഗളങ്ങൾ നേരുന്നു. യേശുവിൽ സ്നേഹമുള്ളവരെ, ലൂക്ക 10:21 മുതൽ 24 വരെയുള്ള വാക്യത്തിൽ ഈശോ പിതാവായ ദൈവത്തെ ആനന്ദിച്ച് സ്തുതിക്കുന്നു. ഈശോ പറയുകയാണ്, പിതാവെ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, കാരണം ദൈവീക കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും ജ്ഞാനികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയല്ലോ. സ്വയം ചെറുതായി ഒരു ശിശുവിനെ പോലെ ആകുമ്പോഴാണ് നമുക്ക് ദൈവീക കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. ഈശോ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ നിന്ന് ചിന്തിച്ചാൽ മനസ്സിലാകണമെന്നില്ല. അതിന് ആഴമേറി വിശ്വാസം വേണം. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ പോലെ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ആയിരിക്കുകയും ചെയ്യണം. ഒരപ്പനും മകനും തമ്മിലുമുള്ള ഗാഢമേറിയ ബന്ധത്തെക്കുറിച്ചാണ് യേശു അടുത്തതായി പറയുന്നത്. അതുപോലെ തന്നെ ആയിരിക്കണം പിതാവായ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. അത് തന്നെ ശിഷ്യന്മാരെ യേശു പഠിപ്പിക്കുന്നു. പല പ്രവാചകന്മാർക്കും കാണാൻ കഴിയാത്ത ഏകജാതനെ കാണാൻ ശിഷ്യന്മാർക്ക് സാധിച്ചു. ഞാനെന്ന ഭാവം ഉപേക്ഷിച്ച് ഉണ്ണി ഈശോയെ വരവേൽക്കുവാൻ നാം ഒരുങ്ങുന്ന ഈ വേളയിൽ നമുക്ക് കുഞ്ഞുങ്ങളെ പോലെ നിഷ്കളങ്കരായ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാം. നന്ദി.